ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആൻഡ് ഞാൻ ബബ്ബ കണ്ടത് ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. പടത്തെക്കുറിച്ച് പറയുന്നതിനേക്കാൾ മുമ്പ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പറയാനുണ്ട്. ഈ സിനിമ ഉണ്ടാക്കിയവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇത് നോ ലോജിക് ഒൺലി മാഡ്നസ് ആണെന്ന്. സോ അത് മനസ്സ് കയറ്റിയിട്ട് നമ്മൾ തിയേറ്ററിൽ പോവുക, ലോജിക്കെല്ലാം മാറ്റി വെക്കുക, ഫുള്ളി എൻ്റർടൈൻമെൻ്റ് ആണ്. സോ എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് എനിക്ക് പേഴ്സണലി ഫീൽ ആയത് ഇതൊരു സ്പൂഫ് മൂവി, കംപ്ലീറ്റ് റെഫറൻസ് ആൻഡ് ഒരു എക്സ്പെരിമെൻ്റലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ മൂവി ഒരു എക്സ്പെരിമെൻ്റൽ മൂവിയാണ്. സോ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ കുറേ ഹേറ്റിംഗ് നടക്കുന്നുണ്ട്, ദിലീപിൻ്റെ പടങ്ങളൊക്കെ ബോയ്ക്കോട്ടാണെന്ന് പറയുന്നുണ്ട്. ഇവരിത് മുതലെടുത്ത് ഇതൊരു കൂറ പടമാണെന്ന് പറയാൻ വളരെ സാധ്യതയുണ്ട്. സോ നിങ്ങളുടേതായ തീരുമാനം എടുത്ത് സിനിമ കാണണോ വേണ്ടോ തീരുമാനിക്കുക. ഈ സിനിമ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇതെനിക്ക് നന്നായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചിരിക്കാനും അടിച്ചു പൊളിക്കാനും ഫാമിലിയായിട്ട് ചിൽ ചെയ്യാനും പറ്റും കിട്ടില്ല പടമാണ്. ആൻഡ് ഇതിൽ എനിക്ക് എടുത്ത് പറയേണ്ടത് ദേവ്ജി ഫസ്റ്റ് ഹാഫ് ദേവ്ജിൻ്റെ ഷോ ആയിരുന്നു ഫസ്റ്റ് ഹാഫ്. ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ, സലീം കുമാർ, ഇവരെല്ലാവരും കിട്ടിലനാണ്. പിന്നെ എടുത്ത് പറയണം ദിലീപേട്ടൻ്റെ കംബാക്കാണ് ഈ പടം. ഐ മീൻ കംബാക്ക് എന്ന് ഉദ്ദേശിച്ചത് പ്യൂർലി എൻ്റർടൈൻമെൻറ്റ്. പുള്ളി വരുന്നത് തൊട്ട് പുള്ളീൻ്റെ പടത്തിന് ഫുൾ റെഫറൻസ് ആയിട്ടാണ് പുള്ളി പടത്തിൽ അഭിനയിച്ചത്. പിന്നെ ഈ പടത്തിൻ്റെ ബാക്ക് ബോൺ നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട ലാലേട്ടൻ. പുള്ളി വന്ന് ഒരു ഷോ ഉണ്ട് മോനെ. പടം സെക്കൻഡ് ഹാഫാണ്, ഞാൻ സ്പോയിലർ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ കയറിയതാണെങ്കിൽ ഫാൻ ഷോ അല്ല, 8 മണിൻ്റെ ഷോ ആണ് ഞാൻ കയറിയത്. ഒരു നോർമൽ ഓഡിയൻസ് ആയിരുന്നു. ഇവരെല്ലാവരും അടിച്ച് പൊളിച്ച് തിയേറ്ററിലുണ്ടായിരുന്നു. ഇൻ്റർവെല്ലിന് മുമ്പ് ഒരു ട്രിബ്യൂട്ട് സീനുണ്ട്. ഇൻ്റർവെല്ലിന് മുമ്പിലൊരു DJ ഷോ ഉണ്ട്, ഞാൻ പറയുന്നില്ല. വിട്ടിലനാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ ഈ സിനിമ കണ്ടതാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം തേക്കാൻ വേണ്ടി ചെയ്യുക. സിനിമ കാണാത്തവരോട് എനിക്ക് പറയാനുള്ളത്, യു ഗോണ മിസ് എ വണ്ടർഫുൾ ട്രീറ്റ്. അടിപൊളി ഉത്സവ പറമ്പ് എന്നൊക്കെ പറയാമല്ലോ. ഞാൻ പറയില്ല, സിനിമയായിട്ട് കാണണം. ഈ സിനിമയിൽ നോ ലോജിക്ക് ഇവർ എടുത്ത് പറയുന്നുണ്ട്. സോ ഈ സിനിമയിൽ പല കോമഡികളും നമുക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും. കാരണം അത് ഞാൻ പറയുന്നില്ല, സ്പോയിലറാവും. ആൻഡ് ഇതിൽ എനിക്ക് നെഗറ്റീവായിട്ട് ഫീലായ ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതിൻ്റെ ഒരു ടേലൻ്റ് ഉണ്ട്. അതെനിക്ക് അത്ര കൂടി വർക്കൗട്ടായില്ല. ടേലൻ്റ് എനിക്ക് തീരെ വർക്കൗട്ടായിട്ടില്ല. ബട്ട് ക്ലൈമാക്സ് അടിപൊളി ക്ലൈമാക്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഫീൽ ലോജിക്കില്ലാത്ത പടമാണെങ്കിലും അവർ അത്യാവശ്യം ലോജിക്ക് കാണിക്കുന്നുണ്ട് ക്ലൈമാക്സിലൊരു സീന്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൽ കണക്റ്റ് എനിക്കിതിലെ സ്റ്റോറി എത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. എനിക്ക് സ്റ്റോറി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊരു വട്ടന്മാരെ പടം, കിട്ടില്ല പടം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഐ എം ഫുള്ളി സാറ്റിസ്ഫൈഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിത് എപ്പോഴും പറയുന്ന പോലെയല്ല, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് പടം കണ്ടു. സമയം പോയത് അറിഞ്ഞതേ ഇല്ല. നല്ല പടം. ദിലീപ് ഫാൻസിന് ഒരു ട്രീറ്റാണ്, ലാലേട്ടൻ ഫാൻസിന് ഒരു ട്രീറ്റാണ്, നോർമൽ ഓഡിയൻസിന് ചില്ല് ചെയ്ത് കാണാൻ പറ്റുന്നൊരു പടമാണ്. ആൻഡ് ഐ വാണ്ട് ടു സേ സംതിങ്, ഹേറ്റേഴ്സ് ഗോണ ഹേറ്റ്. അവർ ഇതിന് നെഗറ്റീവ് പറഞ്ഞ് നടക്കും. ഞാൻ പറഞ്ഞതിൽ അതൊരു എക്സ്പെരിമെൻ്റൽ മൂവി പോലെ ഫീൽ ചെയ്യും. സ്പൂഫ് മൂവിയാണ്. ഇതൊന്നും അത്ര നമ്മൾ കണ്ട് പരിചയമല്ലാത്ത, മലയാളി ഓഡിയൻസിന് അധികം കണ്ട് പരിചയമല്ലാത്ത ഒരു ജോണറാണ്. സോ അത് മുതലെടുത്ത് ഇത് മോശം പടമാണെന്ന് പറയാൻ പലരും വരും. നിങ്ങളുടെ തീരുമാനമാണ് ഏത് പടം കാണണം, നിങ്ങളുടെ ഇഷ്ടമാണ് സിനിമ കാണണോ വേണ്ടോ എന്ന്. സോ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ കണ്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ. ആൻഡ് വൺസ് അഗൈൻ, ദിസ് ഇസ് ഗുഡ് മൂവി. ഐ റിയലി ലവ്ഡ് ഇറ്റ്. നിങ്ങൾ ചോയ്സാണ് പടം കാണണോ വേണ്ടോ എന്ന്. വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ദിലീപിൻ്റെ പടം കാണണോ വേണ്ടോ എന്ന് തന്നെ ചോദിക്കുന്ന ഇൻ്റർവ്യൂസ് ഞാൻ കാണാറുണ്ട്. എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത്, അങ്ങനത്തെ ചോദിക്കണ്ട. സിനിമയായിട്ട് കാണാം. അതിൽ വ്യക്തിപരമായ കാര്യങ്ങൾ നോക്കേണ്ട. ദിലീപിനെ ടാർഗറ്റ് ചെയ്തിട്ട് സിനിമ കാണാത്തവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇത് പുള്ളിയുടെ മാത്രം എഫേർട്ടല്ല. ഈ സിനിമേൻ്റെ പുറകെ കുറേ പേര് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ ഒന്ന് ആലോചിക്കുക നിങ്ങളൊരു കാര്യത്തിനെ കുറ്റം പറയുമ്പോൾ. ഐ മീൻ, നിങ്ങൾ സിനിമ കാണാണ്ട് സിനിമയെ കുറ്റം പറയുന്നത് വളരെ മോശമാണ്. നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങൾ കുറ്റം പറയുന്നതിന് ഒരു അന്തസ്സുണ്ട്. സോ ഇതത്ര എനിക്ക് പറയാനുള്ളൂ. സോ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.